മലയാളി ശാരി യൂട്യൂബ്. കാട്ടിനുള്ളിൽ നാടൻ തട്ടുകട. മലബാർ ഹോട്ടൽ. ഇവിടുത്തെ മെയിൻ കറി ഒരു രക്ഷയില്ല. പൊറോട്ടയോടാണെങ്കിൽ എൻ്റെ എണ്ണ. ഇതാണ് പൊന്മുടി കയറാൻ പറ്റുന്ന ചെക്ക് പോസ്റ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മലയാളി ഷാജി. ഇന്ന് രാവിലെ തന്നെ ഞാനും നമ്മുടെ ഹരിയാണനും കൂടെ പുറത്ത് ഏതെങ്കിലും മലയിലോ കുന്നിലോ പോയി സമാധാനമായിട്ട് ഏതെങ്കിലും കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ്, അങ്ങനെ ഇരുന്ന് ഓർത്തപ്പോഴാണ് കാശ്മീർ മണാലിയെ പറ്റി യാത്രകളെ പറ്റിയൊക്കെ കൂട്ടുകാരൻ പറയാനിടയായത്. അവിടെ വരെ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കേരളത്തിന് ഒരു കുഞ്ഞു കാശ്മീർ ഉണ്ടെന്ന് അപ്പം തന്നെ ഓർത്തു. വേറെ അങ്ങോട്ടും അല്ല, നമ്മുടെ സ്വന്തം പൊന്മുടിയിലോട്ട്. തൊളിക്കോട് ജുമാ മസ്ജിദും സുന്നി മസ്ജിദും ഒക്കെ കഴിഞ്ഞാണ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയ റൂട്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ വെണ്ണാറമൂട് വഴി നെടുമങ്ങാട് പിടിച്ച് അവിടുന്ന് വിതുര പിടിച്ച് ഡയറക്റ്റ് പൊന്മുടിയിലോട്ട് പോകുന്ന റൂട്ട് വഴിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബുള്ളറ്റിലാണ് യാത്ര. രാവിലെ തന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കിയില്ല, വിതിരയിലുള്ള മലബാർ ഹോട്ടലിലോട്ട് ഡയറക്റ്റ് അങ്ങ് കയറി. ഇവിടുത്തെ മീൻ കറിയും അതേപോലെ പൊറോട്ടയും ഉള്ള കോമ്പിനേഷൻ ശരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ടേസ്റ്റാണ് മീൻകറിയും പൊറോട്ടയും. ഇവിടുത്തേക്ക് ഈ ഏരിയയിലൊക്കെ പൊതുവേ മീൻകറിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ് ഈ ഹരിയാണം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നീട് ഞങ്ങൾ യാത്ര മുന്നോട്ട് തന്നെ തുടർന്നു. മലമ്പാമ്പ്, കാട്ടാന എന്നുള്ളതിൻ്റെ ശല്യത്തിന് പുറമെ ഒരുപാട് ചുറ്റിവളവുകളും കുറുക്ക് റോഡുകളും ഹൈ റേഞ്ചും 22 ഹെയർ പിൻ വളവുകളും കഴിഞ്ഞ് അതിന് പുറമെ 2 ചെക്ക് പോസ്റ്റുകളും കഴിഞ്ഞാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പൊന്മുടി കയറാൻ കഴിയുക. തീർച്ചയായിട്ടും തേയിലയും ഗ്രാമ്പുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികൾ ഉൾപ്പെടെ ഏകദേശം 283ഓളം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പൊന്മുടി എന്ന് പറയുന്നത്. ഇപ്പോൾ കല്ലാർ നദിയുടെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത്. പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്നൊരു പോയിൻ്റാണ് ഇപ്പോൾ, ഒരു വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരുപാട് പാലങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ നമുക്ക് ഈ വഴി യാത്രയിൽ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ കുറേ നേരം കറങ്ങി പൊന്മുടിയുടെ ആദ്യത്തെ എൻട്രി പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. 100 രൂപയാണ് ഞങ്ങൾ ബൈക്ക് യാത്രക്കാരായതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് പാസ്. ഞങ്ങൾ കാറിലാണ് നമ്മൾ വരുന്നതെങ്കിൽ 200 രൂപ അടക്കേണ്ടി വരും. ഈ 200 രൂപ നമ്മൾ ഗവൺമെൻറ്റിന് അടച്ചാൽ നമുക്ക് മുകളിൽ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും കാറിനുള്ളിലേക്ക് യാത്ര ചെയ്യാൻ കാറ് പ്രവേശനം ചെയ്യാൻ പറ്റും. നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ എൻട്രി പാസ് എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ കാടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. കാടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടും പരിചയമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മരങ്ങൾ കാണാം. വണ്ണമുള്ളതും ഭയങ്കര തടിച്ച കുറേ മരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നല്ല പച്ചപ്പാണ്, നല്ല മണമുണ്ട്, മണ്ണിൻ്റെ മണമുണ്ട്. അതിന് പുറമേ തന്നെ ഇവിടെ ആണെങ്കിൽ റീറ്റെയിനിങ് വാൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഇടത്തെ സൈഡിൽ കണ്ടോ, മരങ്ങളുടെ വേരെല്ലാം റോഡിലോട്ട് വന്ന് കിടക്കുകയാണ്. റീറ്റെയിനിങ് വാളിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഗവൺമെൻറ് തന്നെ PWD വർക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇതുപോലെ റോഡിൻ്റെയൊക്കെ വകുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മണ്ണ് കൂടുതൽ ഇവിടെ മഴവെള്ള സമയത്തൊക്കെ ഈ മഴക്കാലത്തൊക്കെ റോഡിലോട്ട് മണ്ണിടിഞ്ഞ് വീഴാനും ഒരുപാട് മരങ്ങൾ ഒടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത്രയും സുരക്ഷയോടെയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കോൺക്രീറ്റ് കൊണ്ട് റീറ്റെയിനിങ് വാൾ ഒരുക്കിയിട്ടാണ് മണ്ണ് തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ മണ്ണൊലിച്ച് റോഡിലേക്ക് വീഴാനും വഴി തടസ്സമാവാനും ഒരുപാട് പേര് പൊന്മുടിയിൽ കുടുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ഒരുപാട് അപകടം പിടിച്ച കുത്തനെയുള്ള വളവുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ടൊക്കെ വളരെ ശ്രദ്ധയായിട്ട് വേണം, നമ്മൾ വളരെ സ്ലോ ആയിട്ട് വേണം ബൈക്ക് യാത്രക്കാരായാലും കാർ യാത്രക്കാരായാലും യാത്ര ചെയ്യാൻ. ഒരുപാട് വളവുകളുള്ളതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റീറ്റെയിനിങ് വാളിൻ്റെയൊക്കെ പരിപാടി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ റെഡി കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന, റെഡി മിക്സൊക്കെ ഇവിടെ കിടക്കുന്നത്. ഈ വണ്ടികളൊക്കെ ഇവിടെ കിടക്കാൻ തന്നെ കാരണം നമ്മുടെ പൊന്മുടിയുടെ വികസനത്തിൻ്റെ ഫലമായിട്ടാണ്. പൊന്മുടിയുടെ റീറ്റെയിനിങ് വാളിൻ്റെയൊക്കെ വകുപ്പ് കണ്ടില്ലേ, ഇപ്പോൾ സിവിൽ PWD വർക്ക് വകുപ്പിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് ഏകദേശം 21-22 ഹെയർ പിൻ വളവുകളാണ് കയറാനുള്ളത്. അതിൽ കുറച്ച് വളവുകൾ നമ്മൾ കയറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് മരങ്ങളും കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് ഞങ്ങൾ വണ്ടി ഒരു മൂലയ്ക്ക് ഒതുക്കി ഇങ്ങനെ നോക്കി നിൽക്കുകയുണ്ടായി.
അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നുകൊണ്ടായിരുന്നു. നമുക്ക് ദൂരെ നോക്കുന്നത് തന്നെ ചെറിയൊരു പോയിന്റ് വ്യൂ കാണാം, ഒരു വ്യൂ പോയിന്റ് കാണാം. തീർച്ചയായിട്ടും മലകളും അതിൻ്റെ മുകളിൽ മൂടി നിൽക്കുന്ന മഞ്ഞും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് മുകളിൽ മേഘങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷം. താഴെ നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ വന്നു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ യാത്രയ്ക്കിടയിൽ തന്നെ തേയിലയുടെ ഒരു വകുപ്പൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ഞങ്ങൾ വണ്ടി ഒതുക്കി ഒരു മൂലയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ണെത്താ ദൂരത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ കണ്ണിനെ വിലക്കുന്ന രീതിയിൽ, കണ്ണിനെ ഉടക്കുന്ന രീതിയിലേക്ക് വന്നു കയറിക്കൊണ്ടിരിക്കുന്നു. നല്ല മഞ്ഞുണ്ട് കേട്ടോ. മുകളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങിയിരുന്നു. പൊന്മുടിയുടെ ഒരു പ്രകൃതി രമണീയമാണ് ഇവിടുത്തെ ഗ്രാമ്പൂ കൃഷിയും അതുപോലെ തന്നെ തേയില കൃഷിയൊക്കെ. ഈ തേയില കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിഞ്ഞ പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ പോകുന്ന വളവിന് തന്നെ, പോകുന്ന വഴി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സീനറിയൊക്കെ ഉള്ളൊരു സ്പേസാണ് പൊന്മുടിയുടേത് ഈ ഒരു ഭാഗം. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ വഴിക്ക് ഈ വളവിനെത്തുമ്പോൾ ബൈക്ക് ഒതുക്കിയതിന് ശേഷം, വണ്ടി ഒതുക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകാറുള്ളത്. നല്ല തേയില കൃഷി, നല്ല തേയിലത്തോട്ടം എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ നിന്ന് കിട്ടും. നല്ല തണുപ്പുണ്ടല്ലോ ഷാജി, തേയിലത്തോട്ടം അതുകൊണ്ടായിരിക്കണം. നമ്മുടെ സ്വന്തം ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. ഉയരം കൂടുന്തോറും ഇവിടുത്തെ മഞ്ഞും കാഴ്ചകളും ഒക്കെ വളരെ വ്യത്യസ്തമാവുകയാണ്. മഞ്ഞിൻ്റെ അളവ് കൂടുന്നു. അതേപോലെ തന്നെ നമുക്ക് യാത്രക്കാരെ പോലും കാണാൻ കഴിയാത്തത്ര കണ്ണുകളെ അടയ്ക്കുന്ന രീതിയിൽ മൂടൽ മഞ്ഞുകൾ മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്തോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ പറഞ്ഞ പോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഉറപ്പ് പറയുന്നത്, ഈ ഉയരത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചായക്കടകൾ കാണാൻ കഴിയും. അവിടുത്തെ ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ തേയിലയുടെ ടേസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കും. പച്ച തേയില കറക്റ്റ് നമ്മുടെ യഥാർത്ഥ ഒരു കെമിക്കലും ചേർക്കാത്ത നല്ല കൃത്യമായിട്ടുള്ള ടേസ്റ്റുള്ളൊരു ചായ കുടിക്കാൻ നമുക്കിവിടെ വന്നാൽ പറ്റുന്നതാണ്. ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ തന്നെ കണ്ട ഒരു ചായക്കടയിൽ, ആദ്യത്തെ ചായക്കടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പൊന്മുടിയിൽ. ഞാൻ ചുറ്റുപാടും എല്ലാം നോക്കി. ഇതാണ് ആദ്യത്തെ ചായക്കട. ഈ ചായക്കടയിലെ ചേട്ടനുമായിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. പൊന്മുടിയുടെ ചരിത്രങ്ങളും അതുപോലെ പൊന്മുടിയുടെ രഹസ്യങ്ങളും സൗന്ദര്യത്തെ പറ്റിയൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് വിവരിച്ച് തരികയുണ്ടായി. അവിടുത്തെ ഒരു ചായ കുടിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇവിടുത്തെ തേയിലയ്ക്ക് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് സിഗരറ്റ് കാര്യങ്ങളൊന്നും അലൗഡല്ല. ഇവിടെ ഏതെങ്കിലും രീതിയിൽ സിഗരറ്റ് കവർ കണ്ടാൽ തന്നെ ഇവരെ പോലുള്ള പാവപ്പെട്ട കച്ചവടക്കാരോടായിരിക്കും പോലീസുകാർ ചൂടാവുക, ദേഷ്യപ്പെടുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ടുള്ള യാത്രയിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് ഈ ഒരു ചൂട് ചായയും കുടിച്ചിട്ട് ചുറ്റുപാട് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ കടയിൽ കണ്ടില്ലേ, ഒരു മുട്ട ഒരു ഓംപ്ലേറ്റിനുള്ളിലേക്ക് ബ്രെഡ് ഇട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ രുചിച്ച് നോക്കിയില്ല, എൻ്റെ കൂടെയുള്ള അണ്ണം വാങ്ങിച്ച് കഴിച്ചിട്ട് അദ്ദേഹം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. അദ്ദേഹം അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് പോയി. കാരണം ഒരു വെറൈറ്റി ടൈപ്പ് രീതിയിലാണ് അദ്ദേഹം അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് രണ്ടാമത്തെ പൊന്മുടിയുടെ ചെക്ക് പോസ്റ്റിലേക്കാണ്. അതുവഴി കയറിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് വ്യൂ പോയിന്റുകൾ നമുക്ക് കാണാൻ കഴിയും. വെറുതെ ബൈക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൈക്ക് ന്യൂട്രലാക്കിക്കൊണ്ട് നിർത്തി സൈഡിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചുറ്റുപാടുകൾ ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ മൂടൽ മഞ്ഞിൻ്റെ തണുപ്പിൽ ആ ഒരു ലഹരിയിൽ നമ്മൾ ചുറ്റുപാട് നോക്കി നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി പോകും. തീർച്ചയായിട്ടും എനിക്കങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ള സത്യസന്ധമായിട്ട് ഞാൻ തുറന്ന് പറയുന്നു. ഒരുപാട് ബൈക്ക് യാത്രകൾ, നമുക്ക് കാർ യാത്രക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. മൂടൽ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന മനോഹരമായ മലകളും കുന്നുകളും കാടുകളും ഒക്കെ നമുക്ക് അതിൻ്റെയൊക്കെ സൗന്ദര്യം വ്യക്തമായി ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ യാത്ര ചെയ്ത് 21 എയർ പിന്നും കയറി ഞങ്ങൾ പൊന്മുടിയിലെത്തിയിരിക്കുന്നു. ഞാനും വരികയാണെന്നും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് നോക്കാം. എങ്ങനെ എന്നുണ്ടെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ ഇവിടെയാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ, കാര്യങ്ങൾ. കാറിൻ്റെ പ്രത്യേകമുണ്ട്, ബൈക്കിന് പ്രത്യേകം സൗകര്യങ്ങളുണ്ട്. നമുക്ക് ബസ് ഏറ്റവും മുകളിലുള്ള ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കും. കണ്ടോ, വിതിരയിലോട്ട് പോകുന്ന ബസ് നമുക്ക് കാണാൻ കഴിയും. വിതിര ടു ഡയറക്റ്റ് പൊന്മുടി ബസ്സാണ്. പൊന്മുടി എക്കോ ടൂറിസം എന്നുള്ള ബോർഡ്, അതുപോലെ തന്നെ പഴയ കാലത്ത് മുതലേ ആളുകൾക്ക് മഴ വന്നാലും മഞ്ഞ് വന്നാലും കയറി നിൽക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഷെഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരുപാട് തിരക്കുണ്ട് ഞായറാഴ്ച കൊണ്ട് തന്നെ. എൻ്റെ കാലും മുറിഞ്ഞു. മേൽവശം നമുക്ക് ഒരു ഭാഗത്ത് ഒരു 3-4 മല കുന്നുപോലെ കിടക്കുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പാറയുടെ മുകളിലോട്ട്, നമ്മൾ ഹൈറ്റ് കൂടി ഒരു പാറയുടെ മുകളിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കുറേ ഫാമിലീസും അതുപോലെ കപ്പിൾസും ഒക്കെ വരാറുണ്ട്. നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ വന്നാൽ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം കൊറോണ ഒക്കെ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ പണ്ട് വരാൻ കഴിയാതെ പോയ ആളുകളൊക്കെ തന്നെ ഇപ്പോഴാണ് തിരക്കിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല സീസണാണ് പൊന്മുടി വരാൻ പറ്റിയത്. ഒരു മലയുണ്ടായിരുന്നു, രണ്ടും മൂടിപ്പോയി. 2 മലയുണ്ടായിരുന്നു, രണ്ടും കാണാൻ.
അങ്ങനെ പൊന്മുടിയിലോട്ടുള്ള കോൺക്രീറ്റ് ചെയ്ത റോഡ് തീരുന്നത് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഭാഗത്ത് ഒരു ഗ്രൗണ്ട് പോലെ വന്നിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ സൂയിസൈഡ് പോയിൻ്റ് കാര്യങ്ങൾ, അതിൻ്റെ ടവർ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് പേര് കൂട്ടത്തോടെ നിൽക്കുന്ന കാര്യങ്ങൾ കാണാം. കാരണം ഈ മലയൊക്കെ മഞ്ഞൊക്കെ ഒഴുകി ഇങ്ങനെ വീഴുന്ന വെള്ളമാണ്, തണുത്ത വെള്ളമാണ്. ഞാൻ കാല് മുക്കി നോക്കിയപ്പോൾ നല്ല രീതിയിൽ തണുത്ത് കുറച്ച് പാറയിൽ നിന്ന് വരുന്ന, നനഞ്ഞ് വരുന്ന, മഞ്ഞ് വീണ് വരുന്ന വെള്ളമാണത്. ഒരുപാട് വണ്ടികളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. താറ്, ജീപ്പ് ഉൾപ്പെടെ ഒരുപാട്, മഹീന്ദ്രയുടെ ഒക്കെ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത് കാണാം. കിട്ടും. പൊന്മുടിയുടെ ടവറാണ് ഈ മുകളിൽ കാണുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരുപാട് ആളുകൾ, ഫാമിലീസൊക്കെ മുകളിൽ കയറിയിട്ട് ഇറങ്ങി വരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, മഞ്ഞ് കണ്ടോ, എന്തോ ഒരു മഞ്ഞാണ്. ആ ടവറിലോട്ട് നമുക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇതാണ് കയറേണ്ട പാത. ഇപ്പോൾ ടവറിൽ പ്രവേശനമില്ല, കാരണം ടവർ ഒരുവിധം പൊളിഞ്ഞ് കിടക്കുകയാണ്, കാറ്റും മഴയായാലും. അതിനാൽ മുകളിൽ കയറുന്നത് ഡേഞ്ചറാണ്. മാത്രമല്ല ഈ ഒരു എന്താ പറയുക, കൺസ്ട്രക്ഷൻ ഒരു എന്താ പറയുക, മണ്ണെല്ലാം മൂടി ഒരുമാതിരി തുരുമ്പ് പിടിച്ച്, അത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വീഴാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഒരു ഡേഞ്ചർ സ്പേസ് ആണിതിപ്പോൾ. പിന്നെ ഒരുപാട് പേര് ഇവിടെ ഇതിൻ്റെ അടിയിൽ തമ്പടിച്ച് നിൽപ്പുണ്ട്. ഞങ്ങളും അവിടെ പോയി ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ നിന്നു. മലയാളി ഷാജി എന്നുള്ള നമ്മുടെ ചാനലിൻ്റെ പേര് ചുമ്മാ ഒരു എന്താ ചാവി കൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ എപ്പോഴും നല്ല തണുപ്പാണ്, കാറ്റും മഴയുള്ള സ്ഥലമാണ്. പിന്നെ പഴയ കാണിക്കാരുടെ വീടുകളുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട്, ഇഷ്ടംപോലെ വീട്, കാര്യങ്ങൾ, താമസമൊക്കെ ഉണ്ട്. അവർ ഈ കാടും ഈ പരിസരവും ഈ പരിസരവും കൃഷി കാര്യങ്ങളും. ഇവിടെ വൈകുന്നേരം വരെ ഭയങ്കര തെല്ലും തിരക്കൊക്കെ ഇല്ലയോ, ആളും പേരൊക്കെ ആണ്. 5:30 ആകുമ്പോൾ. ഓ, ഇവിടെ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടോ? രാത്രി കാട്ടുപോത്തൊക്കെ ഇറങ്ങി. അല്ലാതെ മറ്റേ പുലിയുണ്ടല്ലേ? ഓ, ഇപ്പോൾ കുറേ കാലമായിട്ട് ശല്യം ഉണ്ടോ? ഉണ്ടായിരുന്നു. സമയം വൈകുന്നേരം സന്ധ്യ ഇറങ്ങില്ലേ? മറ്റേ മലമ്പാമ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും. അവർക്ക് സാധനമുണ്ട്. വരുന്ന വഴിയിലെല്ലാം കിടപ്പുണ്ടല്ലേ? ഓ, ആനിറങ്ങി കാട്ടാനയെല്ലാം വളഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്നില്ലേ ആനയും ഇറക്കി വിടുന്നത്. 5:30 കഴിഞ്ഞാൽ പിന്നെ നിർത്തും. 5:30 ഇറക്കം നടക്കും. തേയിലയ്ക്ക് എന്തോന്ന് വില? എത്ര രൂപ വില ഈ തേയിലയ്ക്ക്? അതാ ഇതേ ഒരു കുരങ്ങൻ കൊണ്ടാണോ? മഞ്ഞൊന്ന് മാറി വെയിൽ വരാൻ തുടങ്ങി കേട്ടോ. ഉണ്ടായിരുന്നല്ലേ? ഷാജി, ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ സൂക്ഷിച്ച് പോകണം. ഒരുപാട് ചരിവും ആന ചവിട്ടി പൊളിച്ചിട്ട ഇതാണ്. ആന വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കുടിക്കുന്ന അരുവിയാണ്. നാടൻ തട്ടുകട, പൊറോട്ട, ബീഫ്, ചിക്കൻ, കപ്പ, എൻ്റെ അള്ളിയ. ഇത് രസമുള്ള ഇവിടെ ഇറച്ചി ഏതൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ടല്ലേ? ആ, ബീഫ്, ചിക്കൻ, പിന്നെ പൊറോട്ട ഉണ്ടല്ലേ? കൂടുതൽ ഇവിടെ യാത്രക്കാരെല്ലാം ഇവിടെ വന്ന് കയറാറുണ്ടല്ലേ? ബിരിയാണി ഉണ്ടാവും, പിന്നെ ഊണ് ഉണ്ടാവില്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാണ് ചേട്ടാ? സെൽവരാജ് അല്ലേ? കന്യാകുമാരി ജില്ലയാണോ? കന്യാകുമാരി ജില്ലയായിരുന്നു എൻ്റെ അമ്മയൊക്കെ. ഓ, അവരൊക്കെ ഇവിടെ വന്ന് സെറ്റിലായി. അങ്ങനെ നമ്മൾ ജനിച്ചത് വളർന്നത് ഇവിടെയാണ്. കൊള്ളാം, നല്ല ആഹാരം. ഒരുപാട് വർഷമായി ഇവിടെ? ഒരുപാട് വർഷമായി ഇവിടെ? ജനിച്ചത് വളർന്നതല്ലേ? എനിക്ക് 55 വയസ്സായി. ആയില്ലേ? ജനിച്ചത് വളർന്നതും എല്ലാം ഇവിടെ പൊന്മുടി തന്നെ അല്ലേ? ഓ, തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.